ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ടാലി പ്രൈമിൽ ഒരു സെയിൽസ് ബില്ലിൽ കസ്റ്റമറുടെ പേര് വെച്ചിട്ട് എങ്ങനെയാണ് ബില്ലടിക്കുക എന്നുള്ളത്. അതായത് ഒരു ക്യാഷ് സെയിൽ ചെയ്യുമ്പോൾ നമ്മളുടെ പാർട്ടീസ് അക്കൗണ്ട് നെയിം സാധാരണയായിട്ട് ക്യാഷ് ആണല്ലോ കൊടുക്കാറുള്ളത്. പക്ഷേ അതിൽ പ്രിന്റ് വരുമ്പോൾ എങ്ങനെയാണ് കസ്റ്റമറുടെ പേര് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ്, ഒരു ചെറിയ വീഡിയോ ആണ് ഇത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ക്യാഷ് സെയിൽസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് പാർട്ടിയുടെ പേര് വെച്ചിട്ട് ബില്ലടിക്കുക എന്നുള്ളതാണ്. അതായത് പ്രിൻ്റ് അടിക്കുമ്പോൾ അവിടെ പാർട്ടിയുടെ പേര് വരണം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി എന്തെല്ലാം സെറ്റപ്പുകളാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ വീഡിയോകളുടെ എല്ലാം ലിങ്ക് കൊടുക്കാം. അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഷോപ്പ് അക്കൗണ്ടുകളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിവിധ തരം ഷോപ്പുകളിൽ എങ്ങനെയാണ് ടാലി പ്രൈം യൂസ് ചെയ്യുക, എങ്ങനെയാണ് റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് പെട്രോൾ പമ്പ് അക്കൗണ്ടിങ്, സ്കൂൾ അക്കൗണ്ടിങ്, അതേപോലെ തന്നെ ഹോം അപ്ലയൻസ് ഷോപ്പിലെ അക്കൗണ്ടിങ്, ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുടെ അക്കൗണ്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് സെയിൽസിനെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വൗച്ചറിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വി പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വൗച്ചറിലേക്ക് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു സെയിൽസിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എൻ്റർ അടിക്കുന്ന സമയത്ത് നമ്മളിവിടെ പാർട്ടീസ് അക്കൗണ്ട് നെയിം എന്നുള്ളത് നമ്മൾ ക്യാഷാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ ക്യാഷ് കൊടുത്തു. പക്ഷെ നമുക്ക് പ്രിന്റ് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിയുടെ പേരും പ്രിന്റിൽ വരണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പാർട്ടീസ് അക്കൗണ്ട് നെയിം ക്യാഷ് കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് ആണ് ഇവിടെ വരിക. ഇങ്ങനൊരു ബോക്സ് ഇവിടെ വരും. ഇവിടെ ബയർ ബിൽ ടു എന്നുള്ളടത്ത് നമുക്ക് പാർട്ടിയുടെ പേര് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ പാർട്ടിയുടെ പേര് രാമാണെന്ന് വിചാരിക്കുക, രാം എന്നുള്ളത് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ അങ്ങനെ രാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ രാമിൻ്റെ മെയിലിംഗ് നെയിമും അഡ്രസ്സും നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കൊടുക്കാം. ഇനി ചിലപ്പോൾ ഈ ഒരു ബോക്സ് വരില്ല. അപ്പോൾ ഈ ഒരു ബോക്സ് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് F12 പ്രസ് ചെയ്യുക. F12 പറഞ്ഞാൽ ടാലിയുടെ കോൺഫിഗറേഷൻ ആണ്. ടാലിയുടെ പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് F12 പ്രസ് ചെയ്തു. F12 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, പ്രൊവൈഡ് ബയർ ഡീറ്റെയിൽസ്. ഈ ഓപ്ഷൻ എസ് കൊടുത്തുകൊണ്ടാണ് ആ ഓപ്ഷൻ അവിടെ വന്നത്. നേരെ മറിച്ച് ഇവിടെ നോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോക്സ് വരില്ല, നേരെ താഴത്തേക്കാണ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ എപ്പോഴും എന്താണ് ഈ ഓപ്ഷൻ, നമ്മുടെ എപ്പോഴും എന്താണ് എസ് കൊടുക്കണം. ഏതാണ്? പ്രൊവൈഡ് ബയർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ എസ് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് പാർട്ടിയുടെ പേര് നമുക്ക് അവിടെ അടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇനി സെയിൽസ് ലെഡ്ജറിൻ്റെ അവിടെയാണെങ്കിൽ നമ്മൾ സെയിൽസ് ലെഡ്ജർ എന്നുള്ളത് കൊടുത്തു. നമുക്കിവിടെ എൻ്റർ അടിച്ചു. നമുക്കിവിടെ ഐറ്റം നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഐറ്റം കൊടുക്കാം. ഇവിടെ റൈസ് സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ ഗോഡൗൺ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഗോഡൗൺ ആണെങ്കിൽ ഇവിടെ മെയിൽ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടെടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരു 100 അടിച്ചു, വെയിറ്റ് കൊടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇത് നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഒന്ന് എടുത്തിട്ട് നോക്കാം. ഇപ്പോൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിലാണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ കറണ്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമുക്ക് ഇവിടെ പ്രിവ്യൂ നമുക്ക് നോക്കാം. നമ്മളിവിടെ പ്രിവ്യൂ സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് F4 പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റും പാർട്ടിയുടെ അക്കൗണ്ടിൽ രാം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ക്യാഷാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ നമ്മളവിടെ ക്യാഷാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ബയർ നെയിമിൻ്റെ അവിടെ നമ്മുടെ പാർട്ടിയുടെ പേര് നമ്മൾ അടിച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രിന്റിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ പാർട്ടിയുടെ പേര് ഇവിടെ പ്രിന്റിൽ വരും. ഇനി നമ്മൾ ഒരു ഓപ്ഷനും കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്യാനുണ്ട്. എന്നാൽ മാത്രമാണ് ഇത് പാർട്ടിയുടെ പേര് ഇവിടെ കാണിക്കുള്ളൂ, അല്ലെങ്കിൽ പാർട്ടിയുടെ പേര് ഇവിടെ കാണിക്കില്ല. അപ്പം നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ കോൺഫിഗർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ കോൺഫിഗർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിന് നമുക്ക് ഇവിടെ പാർട്ടി എന്നുള്ളത് അടിക്കാം. പാർട്ടിയുടെ ഡീറ്റെയിൽസിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പം നമ്മൾ അവിടെ ചിലപ്പോൾ ചെയ്യണ സമയത്ത് നമ്മളിവിടെ പാർട്ടിയുടെ പേര് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ പ്രിന്റിൽ ചിലപ്പോൾ പാർട്ടിയുടെ പേര് വരില്ല. അപ്പോൾ പ്രിന്റിൽ പാർട്ടിയുടെ പേര് വരണമെങ്കിൽ നമ്മൾ ഒരു ഓപ്ഷനും കൂടി അവിടെ സെറ്റ് ചെയ്യണം. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഷോ നെയിം ആൻഡ് അഡ്രസ് ഫ്രം പാർട്ടി മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ കാണും.
അപ്പോൾ ഇത് നോ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവിടെ പാർട്ടിയുടെ പേര് അവിടെ കാണിക്കുള്ളൂ. നേരെ മറിച്ച് ഇത് എസ് ആയിട്ടാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ പ്രിന്റിൽ പാർട്ടിയുടെ പേര് വരില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് ഈ ഓപ്ഷൻ ഇവിടെ നമുക്ക് എസ് കൊടുത്തിട്ട് നോക്കി നോക്കാം. നമുക്ക് ഈ ഓപ്ഷൻ എസ് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഓപ്ഷൻ ഷോ നെയിം ആൻഡ് അഡ്രസ് ഫ്രം പാർട്ടി മാസ്റ്റർ എന്നുള്ള ഓപ്ഷൻ യെസ് കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് പ്രിന്റിന്റെ ഓപ്ഷൻ നമുക്ക് എടുത്ത് നോക്കാം. നമ്മൾ പ്രിവ്യൂ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അതിൽ നമുക്ക് പ്രിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഇവിടെ ക്യാഷ് തന്നെയാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പാർട്ടിയുടെ പേര് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ജസ്റ്റ് കോൺഫിഗർ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ പാർട്ടിയുടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷോ നെയിം ആൻഡ് അഡ്രസ് ഓൺ പാർട്ടി മാസ്റ്റർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ എപ്പോഴും എന്തായിട്ടാണ് കൊടുക്കേണ്ടത്? നോ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് പാർട്ടിയുടെ പേര് പ്രിന്റിൽ വരുള്ളൂ. പിന്നെ നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാർട്ടിയുടെ പേര് ഇവിടെ രാംബു പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിൽസിന്റെ ബില്ല് അടിക്കുമ്പോൾ നമ്മൾക്ക് പ്രിന്റിൽ പാർട്ടിയുടെ പേര് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.